മിച്ചം വന്ന ഈ ട്രോഫി ഞാനിങ്ങെടുക്കുക. നിന്റെ നോട്ടം കണ്ടാത്തോന്ന് ഞാനിവളെ തട്ടിക്കൊണ്ടുപോവെന്ന്. നീ അവളുടെ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കിയേ. പൂർണ്ണ മനസ്സോടെയാ അവൾ ഇറങ്ങി വരുന്നത്. മനസ്സിലായില്ലല്ലേ? കള്ള സർട്ടിഫിക്കറ്റുമായിട്ട് നീ കടല് കടന്നപ്പോ ഹോസ്പിറ്റലില് ഞാൻ കൈമുറിഞ്ഞു കിടന്നത് നീ അറിഞ്ഞായിരുന്നോ? അതെ, ഈ വാച്ച് ഞാൻ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതല്ലേ? പണ്ട് മുതലേ ചേച്ചി ഉപയോഗിച്ച് ഉപേക്ഷിച്ച സാധനങ്ങളാ എനിക്ക് കിട്ടാറ്. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ, എനിക്ക് ഇഷ്ടം തോന്നിട്ട് അടിച്ചു മാറ്റിയത്. അന്ന് ഞാൻ ഈ കൊച്ചിനെ നോട്ട് വിട്ടതാ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചേച്ചി ഉപയോഗിച്ച് ഉപേക്ഷിച്ചത്. നമ്മളായിട്ട് എന്തിനാ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുന്നത് അല്ലേ? പക്ഷെ ഇത് ഉറപ്പിച്ചത് അന്നല്ല കേട്ടോ. അല്ല, അവള് ചേട്ടായിയെ മനസ്സമ്മതം വിളിച്ചില്ലേ? പിന്നെ അവള് പലരെയും തേച്ചിട്ടുണ്ടെങ്കിലും ചേട്ടായിയോട് ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു. ചിലത് അങ്ങനെയാ. ഓരോന്ന് കയ്യിൽ നിന്ന് പോകുമ്പോഴായിരിക്കും കർത്താവായിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നു. അന്ന് ഞാൻ ഉറപ്പിച്ചു ഇവള് കർത്താവിന്റെ മണവാട്ടിയാകുന്നതിനേക്കാളും നല്ലത് എന്റെ മണവാട്ടിയാകുന്നതാണെന്ന്. കർത്താവ് അതങ്ങ് പുറത്തോളൂ. ചേച്ചി പണ്ട് ചേച്ചിയുടെ ലൈഫ് സേഫ് ആക്കാൻ നോക്കിയില്ലേ? അതുപോലെ ഇവള് ഇവളുടെ ലൈഫ് ഒന്ന് സേഫ് ആക്കി. ഇന്ന് കൊച്ചുപള്ളിയിൽ വെച്ചാണ് ഞങ്ങളുടെ മിന്നുകെട്ട്. നീയും നിന്റെ ഇച്ഛായിനും കൂടി അങ്ങ് എത്തിയാക്കണം. ചെറിയൊരു കടം തീർക്കാണ്ട്. എന്തുണ്ട് പേർക്ക്? സ്നേഹിച്ച പെണ്ണിന്റെയും അവൾ അനിയത്തിയുടെയും കല്യാണം ഒരേ ദിവസം നടത്തി കൊടുക്കുന്ന ഒരച്ഛൻ ഈ ലോകത്ത് ഞാൻ മാത്രമായിരിക്കും. അല്ലേ അമ്മച്ചി? പ്രേമിച്ച പെണ്ണിന്റെ കല്യാണത്തിന് അന്ന് തന്നെ അവളുടെ അനിയത്തിനെ അടിച്ചു മാറ്റി കല്യാണം കഴിക്കുന്ന ലോകത്തിലെ ഒരേ ഒരുത്തൻ ഇവൻ മാത്രമായിരിക്കും. അല്ലേ ജോണേ? ചേച്ചി ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു സാധനം അമ്മച്ചി മോളുടെ തലയിൽ കെട്ടിവെച്ചെന്ന് മോക്ക് ഒരിക്കലും തോന്നരുത് കേട്ടോ. ഈ ഡയലോഗ് അമ്മച്ചിക്ക് എവിടെ നിന്ന് കിട്ടി? പണ്ട് മുതലേ ചേച്ചി ഉപയോഗിച്ച് ഉപേക്ഷിച്ച സാധനങ്ങളാ എനിക്ക് കിട്ടാറ്. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ, എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് അടിച്ചു മാറ്റിയത്. ഉമ്മച്ചനെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. മേരിയമ്മയുടെ റേഷനറി ഇച്ചിരി തോൽവിയ അല്ലേ? കരുവാറ്റെ കിടന്ന് റേഷനറി തിന്നാനല്ല ഞാൻ എന്റെ മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ഉമ്മച്ചന്റെ മോളെ കൊണ്ട് ഞാൻ റേഷനറി തീറ്റിപ്പിക്കും. മോൾ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, മൂത്തതെന്നോ ഇളയതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കളി അയ്യോ ദേ, അയ്യോ. മോള് ഉമ്മച്ചന്റെ ഇളയ മോളല്ലേ? അതെ. പേര് ആനി. ആനി. മോൾ ഇവിടെയാണോ നഴ്സിംഗിന് പഠിക്കുന്നത്? ഓ. അല്ല മോളെ, ജെസ്സി ലണ്ടനിൽ പോയോ? മോളെ പോലെ ഒരു മരുമോള് പ്രതീക്ഷിച്ച അന്ന് ആ വീട്ടിൽ ഞാൻ പെണ്ണ് ചോദിച്ചു വന്നു. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അമ്മച്ചി, അവസരം കൂടെ വേണ്ടേ? ആഗ്രഹമുള്ള ആൾക്ക് ഒരു അവസരം കൊടുക്കുന്നത് തെറ്റാണോ അച്ചോ? മേരി, മേരി, അത് നടക്കുകയല്ല.
അവളെ കർത്താവിന്റെ മണവാട്ടിയാക്കാൻ നേർന്നിരിക്കുക. കർത്താവിന് ഇനിയും ഒരുപാട് നല്ല മണവാട്ടികളെ കിട്ടും. പക്ഷെ എന്റെ ചെറുക്കനോ ഇതുപോലൊരു മണവാട്ടി ഇനി കിട്ടില്ല അച്ചോ. പ്ലീസ്. അച്ചോ, കുമ്പസാര രഹസ്യം പുറത്ത് പറയാൻ പാടില്ലെന്നല്ലേ? അപ്പൊ കുമ്പസരിച്ച് വികാരിയച്ഛനെ ഓടിച്ചുവിട്ട മാലാക ആ മേരി മാതാവിന്റെ അത്ഭുത പ്രവൃത്തികളുടെ ഫലം. ആ, നിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടല്ല നീ വിളിച്ചപ്പോ അവൾ ഇറങ്ങി വന്നത്. ഈ മേരിയോടുള്ള ഇഷ്ടം കൊണ്ടാ. ശരിക്കും ഇച്ചാൻ എന്നെ ഇഷ്ടമാണോ? ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് ഈ പല്ല് പറിക്കുന്ന ഡോക്ടറിനേക്കാളും നല്ലത് ചങ്ക് പറിച്ചു തരുന്ന നഴ്സാ. അവരാകുമ്പോ അസുഖം മാറുന്നതുവരെ കൂടെ കാണുമല്ലോ. അല്ല അമ്മച്ചി? നീ ചാടിയേക്കല്ലേ? അപ്പൊ ചേച്ചി ചാടിയാൽ മാത്രമേ കൂടെ ചാടത്തുള്ളൂ അല്ലേ? അത് ആ കൈയൊന്ന് തരാമോ? ഇതായിരുന്നു മടത്തി പോകാനിരുന്ന കൊച്ച്.